ഇനി പ്രധാനമായിട്ടും നമുക്ക് മക്കള് രണ്ടുപേരും വളരെ പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കളായി. അവര് ശരിക്കും അവരുടെ ഒരു പഠനമൊന്നും ആ വഴിക്കല്ലായിരുന്നല്ലോ. അല്ല, അവര് അത്രയും വളരെ വേറൊരു തരത്തിൽ വളരെ എല്ലാവരും പ്രധാനപ്പെട്ട ഒരു കരിയറാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് അതായത് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? ബോബി, സഞ്ജയ്, ഇതാണ് എൻ്റെ 2 ആൺമക്കൾ. പിന്നെ ഒരു മോളുണ്ട്, തങ്കം. ഇവർ 3 പേരും കോട്ടയത്ത് മിസ്സസ് റോയുടെ സ്കൂളിലാണ് പഠിച്ചത്, പള്ളിക്കൂടത്തിലാണ്. അവിടുത്തെ പഠനം ഈ 3 പേരെയും സഹായിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അവിടുത്തെ ടീച്ചേഴ്സ്, മിസ്സസ് റോയ് ഉൾപ്പെടെയുള്ളവരുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ എൻ്റെ മക്കൾക്കൊരു ചിട്ട ദൈവം എൻ്റെ വെച്ച് കിട്ടി. ഒരു നല്ല സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ഇത് കിട്ടി. അതിലുപരി എൻ്റെ വൈഫ് BCM കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പ്രൊഫസറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മക്കളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ സൈഡിൽ നിന്ന് ഒത്തിരി അവർക്ക് ഉപദേശങ്ങളും അവർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ധാരാളം വായിക്കുമായിരുന്നു ഇവർ 2 പേരും. അതുകൊണ്ട് തന്നെ പല ക്ലാസ്സിലും ടോപ്പറായിട്ടാണ് ഇവരൊക്കെ ജയിച്ച് വന്നത്. ബോബി മെഡിസിന് പോയി, ഡോക്ടറായി. സഞ്ജയ് ലിറ്ററേച്ചർ എടുത്ത് അവൻ MA പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഒരു കരിയർ എന്ന് ആലോചിച്ചപ്പോഴത്തേനും B.Ed കൂടി എടുത്താൽ കോളേജിൽ ജോലി കിട്ടും എന്നുള്ള ഒരു ധാരണ വന്നു. അവൻ B.Ed എടുത്തു. MA B.Ed എടുത്തപ്പോൾ സീമൻസ് കോളേജിലെ ആ വർഷത്തെ ലിറ്ററേച്ചറിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ജയിച്ചയാളാണ് സഞ്ജയ്. അവിടെ തന്നെ അവനെ അപ്പോയിൻമെൻറ്റ് കിട്ടി ഗസ്റ്റ് ലെക്ചറായിട്ട്, ടെമ്പററി ആയിരുന്നു. ബോബി മെഡിസിൻ അവിടെ പോവുകയും ചെയ്തു. ഈ സമയത്ത് സഞ്ജയ്ക്കൊരാഗ്രഹം, അവർ ഈ ചെറുപ്പത്തിൽ തന്നെ കഥകൾ എഴുതുമായിരുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വായിക്കുക. അത് അവരുടെ ചെറുപ്രായത്തിലുള്ള കഥകളല്ലേ. അപ്പം ഒരു ഫ്ലെയർ ഉണ്ട് ആ എഴുത്തിലും, അവരുടെ കഥ പറയുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇവന് ഈ പഠിപ്പീരൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ അല്ലിത്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സിനിമയായിട്ട് വല്ലതും ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സിനിമ നമുക്ക് ശാശ്വതമായ ഒരു ഇൻകം ഉണ്ടാകുന്ന ഫീൽഡല്ല. ജീവിതം ഇവിടെ കിടപ്പുണ്ടല്ലോ, നമുക്ക് ഇൻകം ഇല്ലാതെ ജീവിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ, എനിക്ക് ബിസിനസ് ഉണ്ട്, തേയില വ്യാപാരമാണ്, എനിക്കൊരു പ്രശ്നമില്ല. ഇവരൊക്കെ അതല്ല, പിള്ളേർ വളർന്നു വരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ അപ്പം ഞങ്ങളിങ്ങനെ ഉപദേശിച്ചു, ഞാനും വൈഫ് ഉപദേശിച്ചു, ഇത് ഒരു ജീവിതമാർഗം എന്നുള്ളതൊരു സ്ഥിരമായ ജോലിയല്ലേ, സിനിമ അത്ര നല്ലതാണോ, എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ? എനിക്ക് തിരക്കഥ എന്ന് എഴുതണം. കാരണം ഇവൻ പത്മരാജൻ്റെയൊക്കെ വലിയ ഫാനാണ്. എല്ലാ പുസ്തകങ്ങളും ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ഉള്ള തിരക്കഥാകൃത്തുക്കളുടെ ഒക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കമൽ എന്ന് പറഞ്ഞ ഡയറക്ടർ എൻ്റെ വലിയ സ്നേഹിതനായിരുന്നു. ഞാൻ കമലിനെ വിളിച്ച് പറഞ്ഞു, കമലെ, എൻ്റെ മകന് ഇങ്ങനൊരു താല്പര്യമുണ്ട്, അവനിപ്പോൾ തൽക്കാലം കമലിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഒന്ന് നിർത്താവോ? അയ്യോ, അതിനെന്നാ, വിട്ടാൽ മതി. അങ്ങനെ കമലിൻ്റെ 1-2 പടത്തിൽ ഇവൻ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു കമൽ എന്നെ വിളിച്ച് പറഞ്ഞു, സഞ്ജയ്ക്ക് നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ആളാണ്, അവൻ തിരക്കഥാരംഗത്തോടൊന്ന് മാറാൻ പറ, നല്ലതായിരിക്കും. അങ്ങനെ കമലാണ് ആദ്യം പറഞ്ഞു, ഇവനിൽ ഇങ്ങനൊരിതുണ്ടെന്ന് ചെയ്യാൻ. ഇവൻ ആദ്യം എഴുതുന്ന തിരക്കഥ എന്ന് പറഞ്ഞാൽ സീരിയലിന് വേണ്ടിയിട്ടാണ്. സീരിയലാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ അവസ്ഥാന്തരങ്ങളാണ്. അത് അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് സ്റ്റേറ്റ് അവാർഡ്, ആദ്യത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ ഞാനെടുത്ത എൻ്റെ വീട് അപ്പൂൻ്റെ, അതാണ് അവരുടെ ആദ്യത്തെ സിനിമ തിരക്കഥ, കഥയും തിരക്കഥ. അത് ഈ പറഞ്ഞ പോലെ കാളിദാസിന് നാഷണൽ അവാർഡ്, ഈ സാമൂഹിക പ്രസക്തിക്കുള്ള നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് എല്ലാം കിട്ടി. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഇവർ രണ്ടുപേരുടെ എഴുതുന്നത്. അപ്പം ബോബി ഇതാണെങ്കിൽ തന്നെ ഇവർ തമ്മിൽ എന്നും ചർച്ചകളും പരസ്പരമായ എല്ലാ ഫോൺ വഴിയിലൂടെ എല്ലാം ഉണ്ട്. അല്ല, ആലോചിച്ചേ ചെയ്യുള്ളല്ലോ. അങ്ങനെ കുറേ പടങ്ങൾ പിന്നെ വന്നു തുടങ്ങി. നോട്ട്ബുക്ക് അല്ലെങ്കിൽ കുറേ പടങ്ങളുണ്ട് അവരുടെ ആ ഗ്രൂപ്പിൽ. കുറേ ട്രാഫിക്കൊക്കെ വന്നപ്പോഴത്തേനും വളരെ ഇതായിട്ട് വന്നു. ഇന്ന് ട്രാഫിക്ക് പാഠപുസ്തകമാണ് യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോഴും 2 പേരും ഒരുമിച്ച് തന്നെയാണ് എഴുതുന്നത്. ബോബി ഇവിടെ കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ
ഫിസിഷ്യനാണ്. ഇവിടെ തന്നെ അവൻ്റെ വൈഫ് കാരിത്താസിലെ ഡോക്ടറാണ്. പിന്നെ ഞാൻ ഈ മോളെ പറ്റി പറഞ്ഞു, മോള് നന്നായിട്ട് പാടും. മോള് എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട്, യേശുദാസരോടൊപ്പം പാടിയിട്ടുണ്ട്. അവൾ അമേരിക്കയിലാണിപ്പോൾ. അങ്ങനെ 3 പേരാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് അവർ സിനിമയിലേക്ക് വന്നു. തൽക്കാലം ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവർ കുറേ പടങ്ങൾ എഴുതി, കുറേ പടങ്ങൾ അവോൾഡ് ആർ യു ഒക്കെ പോലെയുള്ള ഒരുപാട് പടങ്ങൾ എഴുതി. അപ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട്, നിങ്ങൾ എഴുതുന്നതിലൊക്കെ നന്മയുണ്ടാകണം. ഒരു എല്ലാ പടത്തിലും മെസ്സേജ് കൊടുക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലത് ജനം മനസ്സിലാക്കി എടുക്കണം അതിൻ്റെ അകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവോൾഡ് ആർ യുവിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ അവളുടെ ഒരു നിലനിൽപ്പ്, അവളുടെ കഴിവ് കാണിക്കുന്നുണ്ടല്ലോ ആ കഥയിൽ. അതുപോലെ തന്നെ ഉയരെ എന്ന് പറഞ്ഞ പടം, കാമുകൻ്റെ മുഖത്ത് കാമുകൻ ഇവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക, അതൊരു അസാധ്യ പടമായിരുന്നു ഉയരെ. പിന്നെ നിർണായകം, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ പടം, അയാളും ഞാനും തമ്മിൽ അസാധ്യം. നല്ല തീംസ് ഉണ്ട് അത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് ജീവിതം. ഇനി അങ്ങോട്ട് ഒരു സിനിമ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ എനിക്ക് ആഗ്രഹമില്ലാഴികയില്ല. നിങ്ങൾ ആ ചോദിച്ചത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പടം എടുത്തിട്ട് ഒത്തിരി നാളായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലൊരു സിനിമ എടുക്കുവാനുള്ള സാമ്പത്തികം എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മുമ്പെടുത്ത പോലെയുള്ള രീതിയിലുള്ള ചിലവല്ല ഒരു സിനിമ എടുക്കുന്നതിന്. എന്ന് തന്നെയല്ല, എല്ലാം വർദ്ധിച്ചു പോയല്ലോ. നിങ്ങൾ അതിശയിക്കും, 83-ലെടുത്ത കൂടെ ഇവിടേക്ക് അന്നത്തെ ചിലവ് 35 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപയാണ്. ഇന്ന് ഒരു സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് സെറ്റിലും മൊത്തമായിട്ട് ചിലവ് വരുമ്പോൾ 3.5 ലക്ഷം രൂപ ഡെയിലി ചിലവാണ്. കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കാരവൻ വേണം, അല്ലെങ്കിൽ വാഹനങ്ങൾ വേണം. 3.5-4 ലക്ഷവും ഇല്ലാതെ പറ്റത്തില്ല. അത് ആരുടെ കുറ്റമല്ല. അപ്പം അത്രയും മുടക്കി പടം എടുക്കുക ഒന്നത്. പിന്നെയുള്ള റിസ്ക്, നമ്മൾ പടം ഇറങ്ങി തിയേറ്ററിൽ കാര്യമായിട്ട് പോയില്ലെങ്കിൽ ആ പടം എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. OTT എടുക്കത്തില്ല. OTT-കാർക്ക് ചില നിബന്ധനകളുണ്ട്. അത് ഇത്ര ദിവസം ഓടിയാലേ അവർ OTT-യിൽ എടുക്കുകയുള്ളൂ. ചില സിനിമകൾ തിയേറ്ററിൽ ഓടാത്ത പടങ്ങൾ OTT-യിൽ കാണുമ്പോൾ, എടാ ഈ പടം കൊള്ളാവില്ല, എന്തുകൊണ്ട്? ഒരുപാട് പടങ്ങൾ, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പടം മീനത്തിൽ താലി കെട്ടു, നല്ല പടം. വിചാരിച്ച കളക്ഷൻ അന്ന് തിയേറ്റർ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആലോചിക്കാറുണ്ട്. പക്ഷേ OTT കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നല്ല സിനിമയാണ്, നല്ലൊരു കണ്ടന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലരുടെയും പടങ്ങൾ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ചില പടങ്ങളുടെ ഒരു ദൗർഭാഗ്യമാണത്, തിയേറ്ററിൽ പോകുന്നില്ല. അപ്പം വളരെ സൂക്ഷിച്ച് ഇറങ്ങേണ്ട ഒരു ഫീൽഡാണ് ഇപ്പോൾ. അതൊരു ഭാഗ്യമാണ്. ഒരു പടം ഓടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. പിന്നെ താരങ്ങൾ ഇന്നും നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് മമ്മൂട്ടി, മോഹൻലാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയൊക്കെ പടങ്ങളെങ്കിലും വേണം. എല്ലാവരുടെയും ഒന്നും ഡേറ്റ് കിട്ടാനിപ്പം പ്രയാസം. അവരൊക്കെ തിരക്കാണ്. പിന്നെ ഇവർക്കൊക്കെ അവരുടേതായ കമ്പനികളുണ്ട്. ഈ താരമൂല്യമുള്ള എല്ലാ ആക്ടേഴ്സിനും ഫീമെയിൽ അങ്ങനെ വലിയ ഇത് വരുന്നില്ലല്ലോ. അവരിപ്പം ശരിക്കും എല്ലാം മെയിൽ ഡോമിനേഷൻ പടങ്ങളാണ് വരുന്നതല്ല കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ആൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ചില സിനിമകൾ, ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകൾ വളരെ നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. അല്ല, ആ സ്വീകരിക്കുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് പൊന്മാനാന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയൊരു പടം. അതുപോലെ തലവൻ, വലിയ പ്രശ്നമില്ല. അതിലൊക്കെ ആസിഫ് അലിയെ പോലുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരില്ലായിരുന്നു. ഞാൻ പറയുന്നത്, ഒരു തിയേറ്ററുകാരൻ ഒരു പടം നമ്മൾ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോഴും ഇതിനകത്ത് ആർട്ടിസ്റ്റ് പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ ആ പുള്ളിയുടെ മറ്റേ പടം ഓടിയില്ലല്ലോ, ഇനി രക്ഷ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ താകും. അപ്പോൾ പിന്നെ OTT-കാരുടെ കാര്യം പറയണം. അതെ, അങ്ങനെ ഒരു ചെറിയ വിഷമമുണ്ട് നമുക്ക്. ഈ സ്റ്റാർഡം അങ്ങനെ ഒരു താരമൂല്യം എന്നൊരു സംഭവം, അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ എല്ലാ സിനിമകളെയും സാമ്പത്തികമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്കതുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ടോ? അല്ല, വൻകിട താരങ്ങൾ അഭിനയിച്ച പടം തിയേറ്ററിൽ നാശമായി പോയ പടങ്ങളുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ,
മോഹൻലാൽ മോശം നടനാണോ? അല്ലല്ലോ. അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഒടിയനും ബറോസും ഒക്കെ പോക്കായത്? അപ്പോൾ സബ്ജക്റ്റ് തന്നെയാണ് പ്രധാനം, യാതൊരു സംശയമില്ല. ആ സബ്ജക്റ്റ് എന്നുള്ളതിന് മുൻഗണന കൊടുത്ത് ഓഡിയൻസ് വന്നാൽ നമുക്ക് മോഹൻലാലിൻ്റെ ഒരു പടം മോശമായി പോയെന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ അതൊക്കെ മോശമായി പോകുമ്പോൾ നമ്മൾ അതിനുള്ള കാരണം കണ്ടെത്തുന്ന അവരിലെ കുറ്റമല്ല, അത് ജനത്തിന് അവരിലുള്ള വേറൊരു ഒരു കാഴ്ചപ്പാടുണ്ട്, അത് കൊടുക്കണം. അതിനൊക്കെ കഥകൾ കണ്ടെത്തുക, എടുക്കുക. കഥാദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. സബ്ജക്റ്റിന് ദാരിദ്ര്യം ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ വളരെ പുതുമയുള്ള ചില ചെറിയ ചെറിയ പടങ്ങളിൽ പുതുമയുള്ള ആശയങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഒരുപാട് വരുന്നുണ്ട്. അതായത് നമ്മൾ അധികം തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് കുറേ പടങ്ങൾ, ഞാൻ പേരെല്ലാം പറ്റും എനിക്ക് ഓർക്കുക, പല പടങ്ങളും ഞാൻ കാണാറുണ്ട്. OTT കൂടുതലും കാണുന്നത്. ഈ ബഡ്ജറ്റ് ആവശ്യത്തിലധികം കൂടി പോകുന്നു എന്നൊരു അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ സിനിമയിൽ? എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന ഒരു റിട്ടേണിനൊരു പരിധിയുണ്ട്. അതിനനുസരിച്ച് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ ഒരു ഫാമിലി സബ്ജക്റ്റ് ചില അധികം ലൊക്കേഷൻസ് ഇല്ലാതെ 2-3 വീടുകൾ ചെറിയ ചെറിയ ലൊക്കേഷൻസൊക്കെ വെച്ച് ചെറുകിട രീതിയിൽ എടുക്കും. ഇപ്പം സത്യനന്ദിക്കാടൊക്കെ അങ്ങനെ എടുക്കുന്നവരാ. വലിയ ഇതിലേക്ക് പോവുകയില്ല. അപ്പോൾ അതിൻ്റേതായ മൊത്തം ആ കഥയുടെ ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമായിരുന്നു. വലിയ കോസ്റ്റില്ലാതെ എടുക്കാം, ആ സൗകര്യങ്ങൾ മതി എന്നുള്ളതായിരിക്കും. അതല്ലാത്ത ചില പടങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ചിലവ് വരുന്നത്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ പടം കോടികളുടെ പടം, അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. പക്ഷേ അപ്പം പല രാജ്യത്തും അത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ കഥ ഡിമാൻഡ് ചെയ്യുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ, അതിപ്പം അല്ലാത്ത കഥകളാണ് ഇപ്പോൾ കൂടുതലും. നമ്മൾ സത്യനെ പോലുള്ളവരൊക്കെ എപ്പോഴും ഒരു സോഫ്റ്റ് സാധനങ്ങൾ എടുത്ത് അത് കോമഡി സെൻറ്റിമെൻറ്റ്സ് ഒരു നമുക്ക് കണ്ടിരിക്കാവുന്ന പോലെ ഇതിലാണ് പുള്ളി എടുക്കുന്നത്. അല്ല, അതുപോലെ പടങ്ങൾ എടുക്കാൻ മേലായില്ല. ഞാൻ പടം നിർത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. 2-3 സബ്ജക്റ്റുകളൊക്കെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സിനിമകളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ഞാൻ അവരുടെ സബ്ജക്റ്റുകൾ തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഥകളൊക്കെ ഉണ്ട്, പിന്നെ ശ്രമിക്കുന്നുണ്ട്, എടുക്കണം. പിന്നെ ഇതുകൊണ്ട് കടക്കാരനാകരുത്. ഈ പ്രായത്തിൽ ഒരു കടക്കാരനായി മാറാൻ എനിക്ക് ആഗ്രഹമില്ല. ആർക്കെങ്കിലും ഒരു പൈസ കൊടുക്കാനുള്ള ഇത് നമ്മുടെ തലയിൽ വരരുത്. അത് ദൈവം എൻ്റെ ദൈവം ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു കടക്കാരനായിട്ടിരിക്കരുത്. സിനിമ എടുക്കാൻ ആഗ്രഹമുണ്ട്, അത് അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. പക്ഷേ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു രഹസ്യ വിലാപം എനിക്കുണ്ട്. ഇല്ലെന്നില്ല, ഒരു പടം എടുക്കാനും കൊണ്ട് പറ്റുന്നില്ലല്ലോ. അതിൻ്റെ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ജോലി ചെയ്ത് വന്നവരുടെയും ഒക്കെ ഒരു സപ്പോർട്ടും അല്ലെ ആ ഒരു ടീമിൻ്റെ ഒരു സുഖം ഇല്ലാത്തത് കൊണ്ടായിരിക്കാമോ? അത് ടീമിൻ്റെ അത് പഴയ സുഹൃത്ത് ബന്ധങ്ങളൊന്നും നമ്മളെ സഹായിക്കുന്നില്ല. ഇല്ല, അല്ല അങ്ങനെയല്ല. ആ ഒരു ഇപ്പോൾ അത്രയും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളൊരു അല്ലാതെ അതാ പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും പൈസ, അതിനോടാണ് കൂടുതൽ അവരുടെ ആഗ്രഹം. അത് കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നുമില്ല. അവർക്ക് ആവശ്യപ്പെടുന്ന ശമ്പളം അത് അവർക്ക് കിട്ടേണ്ടതാണെന്ന് അതൊക്കെ വിടുക. അല്ല, അതെപ്പോഴും കലാകാരന്മാർക്കൊരു പ്രശ്നം അല്ല. പക്ഷേ നമ്മളെ ഇപ്പം ഞാൻ ഈ പറയപ്പെട്ട വൻകിട താരങ്ങളുടെ അടുത്തൊരാവശ്യം ചെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പോയിട്ടില്ല. കാരണം അവരിൽ നിന്നൊരു നോയാണെങ്കിൽ ഞാൻ പിന്നെ മാനസികമായിട്ട് വിഷമിക്കും. കാരണം പഴയ ബന്ധങ്ങളൊക്കെ മനസ്സിൽ കിടപ്പുണ്ട് അവരുമായിട്ടുള്ള. ഞാനങ്ങനെ ചെന്ന് എനിക്കൊരു സഹായിക്കണം, എനിക്കൊരു അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണ് അവർ കാണുന്നതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള പഴയ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നൊരു കുറവാണ്, സിനിമയിൽ കുറവാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കും ബാധകമായി എന്നോട് ചോദിക്കുമായിരിക്കും. അതൊരിക്കലും അല്ല. ഞാനൊരിക്കലും ഒരു സിനിമ നിർമ്മാതാവിൻ്റെ പദവിയോ ഒരു നടനാണെന്നൊന്നും അങ്ങനെ ഒരു താരപദവിയിലൊന്നും ഒരിക്കലും പോയിട്ടുമില്ല. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ജീവിതം എത്രയും സന്തോഷമായിട്ടും എളിമയോടെ ജീവിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് ഞാൻ പഠിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൽ നിന്നാണ്. പുള്ളി ഒരിക്കലും ഒരു താരമായിട്ടൊന്നും ജീവിച്ചിട്ടില്ല. ഈ നടന്മാരും നടിമാരും താരങ്ങളാകുമ്പോഴാണ് ദോഷം. അതുമല്ല, ആ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും തന്നെ നസീർ സാറൊക്കെ വളരെ നസീറൊക്കെ അന്ന് താരങ്ങളില്ലായിരുന്നു തന്നെ പറയാം. അല്ല, അന്ന് താര ആരാധനയൊന്നും
ആരാധന ഉണ്ടായിരിക്കാം, പക്ഷേ ഇതുപോലെയല്ല. അവരൊക്കെ അവരുടെയൊക്കെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം. നസീറൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പടം പൊട്ടിയാൽ അടുത്ത ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും ഒരു പടം എടുക്കാൻ ഡേറ്റ് കൊടുക്കുക, അതിന് പൈസ വേണ്ട, അസേ നിങ്ങൾക്ക് കിട്ടിയിട്ട് മതി. ഇന്ന് അതില്ല, ഉറപ്പായിട്ട്. അത് ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇന്ന് അങ്ങനെ ഒരു കൂട്ടായ്മയില്ല, അങ്ങനെ പരസ്പരം സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇനി എൻ്റെ അനുഭവം വെച്ച് പറയാം, എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ പഴയ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്, ഫോൺ വിളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു, ടീച്ചറുമായിട്ടിരുന്നിട്ട് ആലോചിച്ചിട്ടാണ് കഥകളൊക്കെ പലതും ഞാൻ ഈ പ്രത്യേകിച്ച് മക്കള് ഏത് സിനിമ എടുക്കുന്നെങ്കിലും ആദ്യമായിട്ട് എന്ന് പറയുന്നത് എൻ്റെ വൈഫിനോടാണ്. കാരണം കൂടുതൽ വായിക്കുകയും ഈ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും പുള്ളിക്കാരത്തിയോട് ചെന്ന് പറയും. പുള്ളിക്കാരത്തി അഭിപ്രായം പറയാറുണ്ട്, എന്നോടും പറയും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. പല കഥകളിലും ഞാൻ ഇടപെടാറുണ്ട്. ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചില അഭിപ്രായങ്ങൾ വരുള്ളൂ. ഞാൻ സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് കണ്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണെന്നുള്ള അതിങ്ങനെയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ കൂടിയാൽ ഞങ്ങളുടെ വിഷയം സിനിമയും പാട്ടും മാത്രമാണ്. വിഷയം അതാ, സിനിമ പാട്ട്. അതല്ല, മൂന്ന് നന്നായിട്ട് പാടും. ബോബി പാടും, ഒരുമാതിരി പാടും. ഒന്നും പാടുമെന്നൊക്കെ ചോദിച്ചാൽ അത് നല്ല പ്രൊഫഷണലായിട്ടല്ലല്ലോ. അല്ല, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന്. അത് പിന്നെ അത് അത്രയൊക്കെ ഉള്ളൂ. ഈ പാട്ട് എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു, എനിക്ക് തോന്നുന്നത് ഒരു പണ്ട് മുതലേ പാട്ടിനോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വെറുതെ എങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷത്തിൽ വരുന്ന പാട്ടുകൾ ഏതെങ്കിലും? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആരോട് ചോദിച്ചാലും നമുക്കിപ്പം നിങ്ങളിപ്പോൾ ഒരു മലയാള പാട്ട് യേശുദാസിൻ്റെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മളിത് ഇതാവും. കാരണം ഏത് പറഞ്ഞാൽ എല്ലാം നല്ലതാണ്, എല്ലാം നല്ല പാട്ടുകളാണ്. ഇപ്പം പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങളുടെ ഏത് പടം, ഏതിലെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടം? എല്ലാം ഇഷ്ടം എന്ന് നമ്മൾ പറയല്ലേ. എന്നിരുന്നാലും ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചില ചിന്തകളുണ്ട്. നമുക്ക് പാട്ടുകൾ, ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് അമേരിക്കയിൽ പോയിരുന്നു, ഞാനും വൈഫും കൂടെ. മോൾ അവിടെയാണ്, ഞാൻ പറഞ്ഞല്ലോ. മോളുടെ വീട്ടിൽ പോയി 2 മാസം താമസിച്ചു. അപ്പം യേശുദാസ് അമേരിക്കയിലാണെന്ന് എനിക്കറിയാം, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയാൻ മേലായിരുന്നു. അപ്പം ഞാനിവിടെ MBOR അച്ഛനെ വിളിച്ചായിരുന്നു. MBOR അച്ഛൻ ഈ യേശുദാസുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞ, അച്ഛാ ഈ യേശുദാസ് എവിടെയാണ് താമസിക്കുക, നമ്പറുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്ന്, അത് ഡാളസിലാണ്. അപ്പം ഞാനും ഡാളസിലാണ്. നമ്പർ തന്നു. ഞാനവിടെ വെച്ച് യേശുദാസിനെ വിളിച്ചു. എനിക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാരണം എൻ്റെ സിനിമകളിൽ തന്നെ ഏതാണ്ട് 20ഓളം പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി 2-3 പ്രഗത്ഭമായ പാട്ടുകളുണ്ട്. സ്വർഗപുത്രി നവർ, അതൊക്കെ ചേട്ടനാ ലിപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാദബ്രഹ്മത്തെ, ഇതൊക്കെ യേശുദാസാണ് പാടിയിരിക്കുന്നത് ചേട്ടന് വേണ്ടിയിട്ട്. ഈ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഫോൺ ചെയ്തൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളി അമേരിക്കയിലായിട്ട് കുറേ കാലമായി. അങ്ങനെ ഞാൻ ഈ നമ്പറിൽ വിളിച്ചു, എടുക്കുന്നില്ല. വൈകുന്നേരം ആ ഫോൺ തിരിച്ചു വിളിച്ചു. ആരാണെന്ന് ചോദിച്ചു. കാരണം ഞാൻ നമ്പറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്. എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡാളസിലാണ്, കാണണമെന്നുണ്ട്. അയ്യോ, ഞങ്ങൾ ഇപ്പം ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡയിൽ നിന്നൊരു പക്ഷേ ഞങ്ങൾ കേരളത്തിലോട്ട് പോകും എന്നുവരെ ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ 1.5 മാസവും കൂടി ഉണ്ട്, ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഡാളസിൽ ഫ്ലവർ മൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ വീടും യേശുദാസിൻ്റെ വീടുമായിട്ട് 1/2 മണിക്കൂർ രാത്രി. ഞാൻ പറഞ്ഞു, ഫ്ലവർ മൗണ്ടിലാണെങ്കിൽ മോളുടെ അടുത്താണ്. ആണോ? അയ്യോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വിളിക്കാം, ചിലപ്പോൾ കേരളത്തിൽ വെച്ച് അറിയുള്ളൂ. അങ്ങനെ പിന്നെ ഒരു ഫോൺ വരുന്നത്, ഞങ്ങൾ ഫ്ലവർ മൗണ്ടിലുണ്ട്, എപ്പോഴാണ് വരുന്നത് ചോദിച്ചു. എപ്പോൾ വേണേലും വരാം. ഒന്നാമത് എൻ്റെ മോള് വലിയ കാരണം എൻ്റെ മോളും യേശുദാസും കൂടെയാണ് എൻ്റെ വീടപ്പിൻ്റെ അത് പാടിയിരിക്കുന്നത്. അവർ പരസ്പരം അന്ന് കണ്ടില്ല, രണ്ട് സമയത്ത് റെക്കോർഡ് ചെയ്തതാണ്. എനിവേ വൈകുന്നേരം ഞാനും വൈഫും മോളും കൂടെ പോയി. അതിശയമെന്ന് പറയട്ടെ, ആ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ നിർത്തിയപ്പം പുള്ളി വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുക, ഞങ്ങളെ സ്വീകരിക്കുക. അയ്യോ, കെട്ടിപ്പിടിച്ച് സന്തോഷം, പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു.
2 മണിക്കൂറിന് സംസാരിച്ചു. ഇത് 3 മാസം മുമ്പ് നടന്ന കാര്യം എനിക്ക് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ, സിനിമയുടെ കാര്യം, എൻ്റെ ജ്യേഷ്ഠനെ പറ്റിയും പുള്ളിയുടെ ഫാദർ അഗസ്റ്റിൻ ജോസഫും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ പറയും. പണ്ട് കാലത്തൊക്കെ അവർക്ക് നാടകത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, ദാസേട്ടന് ഈ ഇത്രയോ പാട്ടുകൾ പാടി, ചോദ്യം കുഴപ്പിക്കുന്നതല്ല എനിക്കറിയാം, എന്നാലും പ്രശ്നം വരും, ചോദിക്കും ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പറയാം, മനസ്സിൽ പെട്ടെന്ന് വരുന്ന പാട്ട്. പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറയുന്ന പാട്ട് ഭാർഗവേന്ദ്രത്തിലെ താമസമെന്തേ വരുവാൻ, പിന്നെ അല്ലിയാമ്പൽക്കടവ് എനിക്കിഷ്ടമാണ്, മാണിക്യവീണയുമാണ് എനിക്കിഷ്ടമാണ്. അതൊക്കെ പഴയ, വളരെ പഴയ പാട്ടുകളാണ് പുള്ളിയുടെ. പറയാനാണെങ്കിൽ തീരെ എത്രയോ പാട്ട് പാടിപ്പിക്കുന്നതാണ്. അങ്ങനെ പുള്ളി പറഞ്ഞ പാട്ടുകൾ, ഈ പറഞ്ഞ എല്ലാ പാട്ടും എൻ്റെയും ഇഷ്ട ഗാനങ്ങളാണ്. എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇന്നും അന്നും താമസമെന്തേ വരുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അല്ല ഞാൻ പറയാം, അങ്ങനെയുമായിട്ട് കണ്ടതും സംസാരിച്ചതും, പിന്നെ ഞങ്ങൾ പോരുമ്പം വിളിക്കുന്നു, അങ്ങോട്ട് വിളിക്കുന്നു, ഇപ്പോഴും വിളിക്കുന്നു. ആ ബന്ധം വളർത്തുള്ളൂ. അപ്പം നമുക്ക് വലിയ ഭാഗ്യം, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ഗായകൻ, മലയാളത്തിനും ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഗായകല്ലേ. ഇപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, കാരണം ഒരു കാലത്ത് സിനിമയിലെ ഈ പാട്ടുകൾക്ക് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയെ സഹായിക്കുന്ന ഒരു വലിയൊരു ഘടകമായിരുന്നു പാട്ടുകൾ. ഇപ്പോൾ അതിൻ്റെ എന്താ ക്വാളിറ്റി കുറവ്, അങ്ങനൊരു ബിസിനസ് ഇപ്പം വളരെ കുറവേ നടക്കുന്നുള്ളൂ. അതൊന്ന്, അതിന് 2-3 ഘടകങ്ങൾ വന്നുപോയി. മുമ്പ് പാട്ടുകൾ കൊണ്ട് രക്ഷപ്പെട്ട ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പോൾ ചിത്രമേള പോലെയുള്ള, ശ്രീകുമാരൻ തമ്പി സാറൊക്കെ ചിത്രമേളയുള്ള പടങ്ങളൊക്കെ എത്രയോ പടം. പക്ഷെ എന്തിനു ചെമ്മീൻ പാട്ടുകളൊക്കെ കൊണ്ട് അതുകൂടെ കൂടി പടത്തെ ഒത്തിരി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്നും മനസ്സിലാക്കേണ്ടത്, സിനിമയിൽ പാട്ടുരംഗങ്ങളും പ്രേമരംഗങ്ങളും ഉള്ളത് ശരിക്കും കൂടുതലുണ്ടായിരുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമാണ്. ബാക്കി വിദേശ ചിത്രങ്ങളിലൊന്നും ഈ പാട്ട് പാടി നായകനും നായകനും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു അത്രേ ഉള്ളൂ, പാട്ട് വന്നാലേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരാൾ മൈക്കിൽ പാടുന്ന ഓക്കെ. മറ്റ് പാട്ടിൻ്റെ ഇതൊന്നും ജീവിതമായിട്ട് ബന്ധപ്പെടാതെ കിടക്കുന്ന പോലെ തോന്നും. മരം ചുറ്റി പ്രേമവും പാട്ടും ജീവിതത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കുറച്ച് മനസ്സിലാക്കി വന്നപ്പോഴത്തേനും കഥകളുടെ പ്രാധാന്യം കൊണ്ട് വർദ്ധിച്ചപ്പോൾ അവിടെയെങ്കിലും ഒരിടത്തും പാട്ടിൻ്റെ സിറ്റുവേഷൻ, മുമ്പ് പാട്ടിന് വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കും, സ്വപ്നം ഉണ്ടാക്കി പാടിക്കും. അതൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഉള്ള ഒരു വിഷമം എന്ന് പറയുന്നത് പാട്ടുകളുടെ എണ്ണം കുറഞ്ഞത് തന്നെയല്ല, അതിൻ്റെ ലാളിത്യം കുറഞ്ഞു, നല്ല വരികളില്ല, നല്ല മ്യൂസിക്കില്ല, മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു പാട്ടുമില്ല. ഇന്നിപ്പം മത്സരങ്ങളിൽ കൊച്ചു കുട്ടികൾ പോലും പാടുന്നത് യേശുദാസിൻ്റെയും പഴയ ജാനകിയുടെയും സുശീലയുടെയും പാട്ടുകളാണ്. കൊച്ചു കുട്ടികൾ പോലും പാടുന്നത്. പുതിയ ഒരു പാട്ടിൻ്റെയും വരികൾ പോലും ആർക്കില്ല. ചില പാട്ടുകളുടെ വരികൾ നമുക്ക് മനസ്സിൽ കിട്ടത്തില്ല, ട്യൂൺ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ ഈ സോഫ്റ്റ് മെലഡി പാട്ടുകളോട് ഇഷ്ടമുള്ളവരാണ് നമ്മൾ കൂടുതൽ പേരും. ഒരു ബഹളപ്പാട്ടും അതിൻ്റെ അകത്തൊക്കെ എന്താ വാക്കുകളുടെ അർത്ഥം പോലും നമുക്കറിയാൻ മേല. അപ്പോൾ ഒരർത്ഥം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. ഇപ്പോൾ ഈ സിനിമയിൽ ഇതിൻ്റെയൊക്കെ ഒരു പരിധി വരെയുള്ള കാരണം ഈ യൂത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ തിയേറ്ററിൽ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അത് ശരിക്കും അതിനൊരു മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം ഈ യൂത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയ എണ്ണമുള്ള ആൾക്കാരാണ്. ബാക്കിയെല്ലാം അവരുടെ പ്രായത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമകൾ ചെയ്തു കൊടുത്താൽ തിയേറ്ററിലേക്ക് ആൾക്കാർ വരില്ല എന്നുള്ള. അതുപോലെ ശക്തമായ പ്രമേയം ഉള്ള സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ഓടുമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇവിടെ ഈ വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സിനിമയിലേക്ക് അത് വല്ലാതെ ചില പടങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, കുറേ പടങ്ങളിൽ കൂടെ കുറച്ച് കൂടിപ്പോയി വയലൻസ്. ഇപ്പം നമുക്ക് ചില സിനിമകളിൽ വയലൻസിൻ്റെ അതായത് ഒരു ഫൈറ്റ് അല്ലെ എന്തെങ്കിലും വന്നാൽ അത് ആവശ്യമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാണിക്ക് പോലും തോന്നുന്ന ചില സന്ദർഭങ്ങളുള്ള സിനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പെട്ടെന്ന് കയറി പറയാവുന്ന എനിക്കൊരു കിരീടം. ആ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ അത് ചെയ്യേണ്ടടുത്താണ് ചെയ്തിരിക്കുന്നത്, കാരണം ചെയ്തു പോവുകയാണ്. അങ്ങനെ കഥയായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന സിനിമകൾ കുറവായിപ്പോയി. മുമ്പ് അതിൽ അതിപ്രസരമായിരുന്നു, ഇപ്പോൾ തൊട്ടാലിടിയായിരുന്നു. അത് മാറി, ഇപ്പൊ കുറച്ചൊക്കെ മാറി വരുന്നു. പല സിനിമകളിലും ഫൈറ്റ് അതൊക്കെ ഉണ്ട്, പക്ഷെ വളരെ അത്യാവശ്യമുള്ള സ്ഥലത്തേക്കാക്കി അത് പ്രൊഡ്യൂസേഴ്സും സംവിധായകരും അതിനെ സൂക്ഷിക്കുന്നു തന്നെ. എനിക്ക് മനസ്സിലാകുന്നു അവർ ചെയ്യുന്നുണ്ട്, കഥയിലേക്ക് പോകുന്നു. ഇപ്പം ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും
ഈ പടം പൊട്ടിപ്പോളെന്ന് പറഞ്ഞ് എടുക്കുക, എല്ലാവരും എടുക്കുകയല്ലോ. അവരുടെ ഒരു മനസ്സിന്റെ ധൈര്യം, അവരുടെ ഒരു ആത്മവിശ്വാസം, അതിന്റെ പേരിലാണ് സിനിമ ഇറക്കുന്നത്. തിയേറ്ററിൽ വന്നിട്ട് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രതീക്ഷയില്ലേ സിനിമ എടുക്കുന്നത്? അല്ല, വേറെ അവസ്ഥയൊക്കെ ഇതൊക്കെയാണ്. നല്ല സിനിമകൾ വരും, തീർച്ചയായിട്ടും നല്ല പാട്ടുകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് ഇന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പഴയ പാട്ടുകളേ ഉള്ളൂ. ഇടയ്ക്ക് പക്ഷെ 1-2 പാട്ടുകൾ വരുന്നത് വളരെയധികം ആൾക്കാർ സ്വീകരിക്കുന്നു. അല്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലെന്ന് പറയുന്നില്ല. ഉണ്ട് പാട്ട്. അല്ല, ഈ പറഞ്ഞ സംഗീതത്തിന്റെ ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുള്ള പാട്ടുകൾ, നല്ല വരികളുള്ളത് വളരെ കുറവാണെന്ന്. റഫീഖ് അഹമ്മദിനെ പോലുള്ളവർക്ക് നല്ല പാട്ടെഴുത്തുകാരുണ്ട്. നമുക്ക് നല്ല എഴുത്തുകാരുണ്ട്, നല്ല സംവിധായകർ, ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഓടാത്ത പടങ്ങളുടെ പോലും OTT കാണുമ്പോൾ നല്ലതാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് കഴിവുള്ളവരാ. പക്ഷെ തിയേറ്ററിൽ അങ്ങോട്ട് വേണ്ട കൊണ്ട് ഓടാതെ വരുമ്പം പ്രൊഡ്യൂസർ വിഷമിച്ച് പോവാം, പടം മുഴുവൻ പോകും. തിയേറ്ററിൽ ഓടുന്ന കാര്യം. അപ്പൊ നമ്മൾ ഈ കുറച്ച് ലോ ബഡ്ജറ്റ് ആയിട്ട് സിനിമ ചെയ്താൽ തിയേറ്ററിലും കുറച്ച് ഓടിയുള്ളെങ്കിലും മുതൽ മുടക്ക് തിരിച്ച്, അല്ലെങ്കിൽ ആ പണം തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു സിനിമ, ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അതിന്റെ ഭാവി തീരുമാനിക്കും. പിന്നെ നമുക്കറിയാമല്ലോ, ഒരു പടം റിലീസായാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേ മെസ്സേജുകൾ പോകാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് അത്ര ശരിയല്ല, ഇതൊക്കെ എന്താ പോകാണ്ടെ. അമ്മേനെ എന്റെ വിവരങ്ങളെല്ലാം കിട്ടിച്ചു. ഇപ്പൊ ജനം പത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ റിവ്യൂസിലൊന്നും അല്ല പോകുന്നത്, ഇതിൽ കൂടെ ഇങ്ങനെ വരിക, അഭിപ്രായങ്ങളൊന്നും പെട്ടെന്ന് ഇട്ടുകൊടുക്കുക. അത് ഗുണവും ദോഷമുള്ളതുകൊണ്ട് കേട്ടോ. ആരും വിമർശിക്കരുത്, പടങ്ങളെ വിമർശിക്കുന്നത് ഞാൻ എതിരൊന്നും, അല്ലാതെ കാഴ്ചക്കാർക്ക് വിമർശിക്കാം. പക്ഷെ അത് ഈ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ചിലരുണ്ട്, ഒരു നശിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. അതേ സമയത്ത് മനഃപൂർവ്വം ബൂസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. സത്യസന്ധമായ ഒരു റിവ്യൂസ് ഒക്കെ വളരെ കുറവാണ്. എന്നാൽ ഏതെങ്കിലും താല്പര്യം വെച്ച് എഴുതുന്നവരും കാണും. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും നല്ല സിനിമ പോലും. നല്ല സിനിമ എന്ന് പറയാൻ ജനത്തിന് താല്പര്യമുള്ള, മനസ്സിൽ കയറി പിടിച്ചു എന്ന് അറിയാൻ, ഇതൊരു ഈ ഞാൻ പറഞ്ഞില്ലേ, അത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഒരാളെ കണ്ടിട്ട് ഒരാളോട് പറഞ്ഞു ചില സിനിമ തീർക്കുന്നു. അതിന് ഫോർ എക്സാമ്പിൾ ഈ ആകാശദൂത്, അതിന്റെ ഒരു വലിയ ഞങ്ങൾക്കൊരു പാഠമായിരുന്നു. അതൊരു തരംഗമായിരുന്നു. അത് പടം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് പ്രൊഡ്യൂസർ, ഞാനും നമ്മുടെ അനുപമയിലെ കൊച്ചുമോനും ഞങ്ങള് തിയേറ്ററിന്റെ ഫ്രണ്ട് ചെയ്ത് ഞങ്ങൾക്ക് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആളില്ല, ആദ്യത്തെ 2 ദിവസം ആളില്ല. കാരണം ചോദിക്കുമ്പോൾ തന്നെ അതൊരു കരച്ചില് പടമാണ്, അത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എങ്ങനെയാ. പിന്നെ മുരളി മാധവിയൊക്കെ അല്ലേ ഉള്ളൂ. നമുക്ക് വിഷമായി. സത്യനന്ദിക്കാരന് അല്ല, സിബി മല അസലായിട്ടെടുത്ത പടമാണ്. അപ്പൊ ഞങ്ങൾക്ക് മനപ്രയാസമാണ്. ഇപ്പൊ ഓരോ ഷോ കഴിയുമ്പോഴും സിബി വിളിക്കും. അപ്പൊ സിബി പറയും, ഇല്ല ഇത് കയറും നോക്കിക്കും. ശരിയാ, പറഞ്ഞ പോലെ 5-ാം ദിവസം മുതൽ തിയേറ്ററിൽ പിടിച്ചു നിർത്താൻ കയറിപ്പോ. അല്ല, അത് ഞാൻ പറഞ്ഞത് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അല്ലാതെ ഞങ്ങൾ അതിനകത്ത് അമിതമായിട്ട് ഇന്നത്തെ കാലത്തെ പോലുള്ള സൗകര്യങ്ങളില്ലല്ലോ. അന്ന് ഇതുപോലെ ഫോണിൽ കൂടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് പറഞ്ഞിട്ട് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, പറഞ്ഞു അന്ന് ഈ ഗ്രാമങ്ങളിലുള്ളവരും എല്ലാവരും സിനിമയ്ക്കില്ല. ഞാൻ ഈ സിനിമ ഓടുന്ന ചില ഗ്രാമങ്ങളിൽ ചെറിയ പോക്കറ്റിലൊക്കെ BC തിയേറ്ററിലൊക്കെ പോയി കാണാൻ പോകുമായിരുന്നു. ഇവരുടെ പൾസ് അറിയാനായിട്ട്. സാധുക്കളായ മനുഷ്യർ, പാവങ്ങൾ, അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്ന സിനിമ കണ്ട കരഞ്ഞൊക്കെയാ തിരിച്ചു പോകുന്നത് വേറെ കാര്യം. എന്നാൽ പോലും അവരുടെ കരച്ചില് പടം നന്നായിട്ട് തന്നെ ആസ്വദിച്ചത് കൊണ്ടുള്ള കണ്ണു നിറഞ്ഞു പോകുന്ന രംഗങ്ങൾ അതുപോലെ സിബി എടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഭയങ്കര രംഗങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അത് അന്ന് മറ്റ് വാർത്താ ചാനലുകളും ഇതൊന്നും ഇല്ലാത്ത സപ്പോർട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്താണ്. എന്നും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇറങ്ങി ഓടുകയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവെ ഒരു ദുഃഖപര്യവസായിയായ അല്ലെങ്കിൽ ഒരു ട്രാജിക് കഥകളിലോട്ടൊന്നും ഇപ്പോഴത്തെ ജനങ്ങളുടെ മനസ്സ് പോകുന്നില്ല. അവർക്ക് 2 മണിക്കൂർ ആസ്വദിക്കണമെന്നുള്ള നേരൊക്കെ വരുന്നവരായിരിക്കാം കൂടുതലും. ഈ തോന്നുന്നു മനസ്സിൽ കിടന്നു ഒരു സിനിമ എന്ന് പറയുന്നത്, ഞാൻ എന്നിലെ കലാകാരൻ പറയുന്നത്, ഞാനൊരു സിനിമ എൻ്റെ മനസ്സിൽ മരണം വരെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പടങ്ങളുണ്ട്. അത് ഞാൻ മരണം വരെ എൻ്റെ മനസ്സിലുണ്ട് ആ കഥ. അത് കുറേ തമിഴ് പടങ്ങളുണ്ട്, കുറേ ഹിന്ദി പടങ്ങളുണ്ട്, കുറേ മലയാളം പടങ്ങളുണ്ട്, കുറേ പടങ്ങളുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റും. അത് മനസ്സിൽ നിന്ന് പോകില്ല. അതിപ്പോഴും ശരിക്കും വീണ്ടും ഞാൻ ഈ OTT-ലൊക്കെ വീണ്ടും ഇട്ടതൊന്നും കാണാൻ പറ്റുന്നു.
അത് പ്രേമനെ ഒരു പ്രേമത്തിൽ തോറ്റുപോയ ഒരു ഇതിൻ്റെ ആയിരിക്കാം. പല പടങ്ങളില്ലേ നിരാശ വന്നിട്ട്. ഇപ്പൊ ഹൃദയം ഒരു ക്ഷേത്രം ഒരു മലയാള പടമാണ്. അത് പടം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പക്ഷെ അതിന്റെ ഒറിജിനൽ പിന്നെ തമിഴ്, അത് കഴിഞ്ഞത് ഹിന്ദിയിലെടുത്തു. ദില്ലേക്ക് മന്ദിർ എന്നുള്ള പേരിൽ ഹിന്ദിയിലെടുത്തു. അതാണ് ഹൃദയം ഒരു ക്ഷേത്രമായത്. അതൊക്കെ ഭയങ്കര പടങ്ങൾ മനസ്സിൽ കിടക്കും. മധുമതി എന്ന് പറയുന്നത് ഹിന്ദി പടം, ദിലീപ് കുമാറും വൈജയന്തിമാരും. അതിന്റെ കഥ അതൊരു രണ്ടാം ജന്മമുള്ള ഒരു പടമാണ്. അതൊക്കെ വിശ്വസിച്ച് പോകും. അതൊക്കെ അതാ ഡയറക്ടറുടെ കഴിവ്, സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവ്. ഒത്തിരി പടങ്ങൾ എനിക്ക് ഇങ്ങനെ പറയും. ഷോലെ നല്ല പടമായിരുന്നു. ഷോലെ ഒരു പക്ക കൊമേഴ്ഷ്യൽ പടമാണ്. അതിന് ആ ആംഗിൾ കാണുമ്പോൾ നല്ല പടമാണ്. സിനിമകൾ എപ്പോഴും മനസ്സിൽ ഇംഗ്ലീഷിലാണെങ്കിൽ എത്രയോ നല്ല പടം, എത്ര ഇംഗ്ലീഷ് പടങ്ങളൊക്കെ അതൊക്കെ കാണും എപ്പോഴും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നു മലയാള സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാള സിനിമയ്ക്ക് ഉള്ളൊരു ചലഞ്ച് എന്താണ് ശരിക്കും? നല്ല സിനിമകൾ ഉണ്ടാവാൻ ഉള്ളൊരു അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് 2-3 ഘടകങ്ങൾ അതിനകത്തുണ്ട്. സെലക്ഷൻ ഓഫ് കണ്ടന്റ്, സ്റ്റോറി ഒന്ന് അതാണ്. 2, ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കുഴപ്പം തന്നെയാണ്. ഇപ്പോൾ തിയേറ്റേഴ്സ് ആണെങ്കിലും അവർ പ്രിഫർ ചെയ്യുന്നത്, അവർക്ക് അവരുടെ ബിസിനസ്സാണത്, നല്ല താരങ്ങളുള്ള പടങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുക്കും. ഞാനിപ്പോൾ ഒരു പുതിയ പടം എടുക്കുന്നു, പുതുമുഖങ്ങളാണ്, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഞാനിതൊരു തിയേറ്ററിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പരിചയമുള്ളതുകൊണ്ട് വേണേൽ പറയും, ഒരു ഷോ തരാം. ഈ ഒരു ഷോയൊക്കെ ഒരു പടം ഇടുമ്പോഴേ നമ്മളെ കാഴ്ചക്കാർ വിധി എഴുതും, ഇതെന്തോ രക്ഷയില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലാവേണ്ട ഒരു ഷോ ഇട്ടുള്ളൂ. ഇങ്ങനെ നശിച്ചു പോകുന്ന കുറേ പടങ്ങളുണ്ട്. 2 ഷോ കൊടുക്കുക, ഒരേ തിയേറ്ററിൽ 4 പടം ഇടുക, ഇങ്ങനെ ഇട്ട് വിഭജിച്ച് കൊടുത്ത് നല്ല ചില പടങ്ങൾ അതിൽ പെട്ടുപോകും. ഒന്നത്. 2, പ്രൊഡ്യൂസറെ തന്നെ അലട്ടുന്ന ഒരു പ്രശ്നം OTT തന്നെയാണ്. അവർക്ക് നിബന്ധനയുണ്ട്, അത് ഒരു 2 ആഴ്ചയെങ്കിലും ഓടിയിരിക്കണം, അല്ല ഇത്ര രൂപ കളക്ട് ചെയ്താലേ ഞങ്ങൾ OTTയിലോട്ട് എടുക്കുകയുള്ളൂ. അപ്പം ഇതൊന്നും എല്ലാം പറ്റും നടക്കില്ല. ഇപ്പോഴും ആ താര പ്രാമുഖ്യമുള്ള പടങ്ങൾക്ക് തന്നെയാണ് മുൻഗണന, യാതൊരു സംശയവുമില്ല. എല്ലാവരും ബിസിനസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ തിയേറ്ററുകാരുണ്ട്, അവർ നോക്കുന്ന ഞങ്ങൾക്ക് കളക്ഷൻ വരികയല്ലോ എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? ഒരു പടം റേസ് ചെയ്യാനുള്ള സമയം തിയേറ്ററുകാർ ചിലപ്പോൾ തരികയില്ല. ഞാൻ ഈ ആകാശദൂതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ആകാശദൂത് വേണമെങ്കിൽ 3 ദിവസം കളക്ഷൻ കുറഞ്ഞപ്പോൾ വേണമെങ്കിൽ തിയേറ്ററുകാർക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. പക്ഷേ അന്ന് ആ തിയേറ്ററുകാർക്ക് പോലും മനസ്സിലായി ഇത് പടത്തിൻ്റെ കുഴപ്പമല്ല, ഇതെന്തോ ജനങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ എന്ന് തോന്നി അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് അങ്ങനെ ചെയ്യത്തില്ല, ഒരു തിയേറ്റേഴ്സും ചെയ്യില്ല, സഹായിക്കില്ല, എനിക്ക് ഉറപ്പാണ്. തിയേറ്റേഴ്സുകാർ അവർക്ക് അടുത്ത പടം ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ, അവരങ്ങനെ. പിന്നെ OTTയുടെ പ്രശ്നം. ഇതൊക്കെയാണ് ചോദ്യത്തിന് എൻ്റെ ഒരു മറുപടി എന്ന് എനിക്ക് തോന്നുന്നു. സംവിധായകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെളിയിലൊക്കെയുള്ള പല ഇൻഡസ്ട്രികളിലെയും സംവിധായകർ അവരുടെ ബജറ്റിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണെന്ന്. അന്ന് സിനിമയുടെ ബജറ്റിനെ കുറിച്ച് അവരെപ്പോഴും അണ്ടർ ബജറ്റായിട്ട് സിനിമ ചെയ്യാൻ ഉള്ളൊരു രീതിയിലാണ് അതൊരു പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ കുറേയൊക്കെ ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ സംവിധായകർക്കും റോളില്ലേ? ചെറിയ സംവിധായകരെ സംബന്ധിച്ച് അവർ തറവായിട്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ച് അതിൻ്റെ ഈ എവിടെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവരാണല്ലോ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും സംവിധായകരാരും അങ്ങനെ അവരുടെ ഒരു പ്രോഡക്റ്റ് അത് സാമ്പത്തിക പ്രശ്നം മൂലം പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാക്കണമെന്ന രീതിയിൽ ഇന്ന രീതി ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുറവാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും സ്വന്തം കരിയർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. ഒരു ഡയറക്ടർ മനഃപൂർവ്വം ഞാൻ എടുക്കുന്ന പടം എന്ന മോശമാക്കിയേക്കാമെന്ന് വിചാരിക്കുന്ന ആരും ഇല്ലല്ലോ. അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് പടം മോശമാക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ചെലവ് അധികരിച്ചു പോകാൻ അല്ല, അത് കൂട്ടായ തീരുമാനം. പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം കൂടി ഇരുന്നിട്ട് നമുക്ക് എവിടെ മിനിമൈസ് ചെയ്യാമെന്ന് ആലോചിക്കുക. അങ്ങനെ സഹായിക്കുന്ന ഒത്തിരി
ആൾക്കാർ ഇപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ പുറത്തുനിന്ന് വരുന്ന പ്രൊഡ്യൂസർമാർ നിങ്ങൾ അതും വേണേൽ ചെയ്തു, എന്തും ചെയ്തു. ഇപ്പം പിന്നെ നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു 300 പേര് വേണം, 500 പേര് വേണം, അത് വേണ്ടതാണ് എന്ന് ഡയറക്ടർ പറയുകയാണ്, നമുക്ക് 500 പേര് വേണം, എന്നാലേ ആ ഫ്രെയിം ശരിയാകുള്ളൂ, അല്ലെങ്കിൽ ആ സീനിനൊരു ഡെപ്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അല്ലാതെ നമുക്കൊരു 100 പേര് പോരെ, 120 പേര് പോരെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതേ സമയത്ത് വേറെ ഡയറക്ടേഴ്സിന് വേണേൽ പറയാം, അവിടെ 500 അല്ല, ഒരു 1500 ഇരിക്കട്ടെ എന്ന് വേണേൽ പറയാം. അപ്പോൾ ചിലവ് കൂടുക. അപ്പം നമ്മൾ ഓരോ ഐറ്റം വെച്ച് നോക്കുമ്പോൾ എവിടെ കുറയ്ക്കാമെന്നുള്ള ശ്രമം 2 സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, ഡയറക്ടർ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഡി മീഡിയയ്ക്ക് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം തന്നു. ഇനിയൊരു 2 പടം കൂടെ ചെയ്താൽ 100 സിനിമകളാകും. ആ 100 സിനിമയിൽ നിൽക്കണ്ട, ഇനിയും ഒരുപാട് സിനിമകൾ. നമുക്ക് അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവസരങ്ങൾ കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പുതിയ ആൾക്കാരൊക്കെ വരുന്നു, പിന്നെ അതൊക്കെ ആയിരിക്കും. സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒക്കെ അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അല്ല, ഇപ്പം നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അങ്ങനെ അല്ല. സിനിമയിൽ പുതിയ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അവർക്കുള്ള അവസരങ്ങളായി വരുന്നുണ്ട്. പിന്നെ കഥ ഡിപ്പെൻഡ്സ് ഓൺ ദ കഥ. പക്ഷേ ഒരു കലാകാരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവർക്കൊരിക്കലും ഒരു റിട്ടയർമെൻ്റ് ഇല്ല. ഞാനതാ മനസ്സിലാക്കിയിരിക്കും. ഇപ്പം ഏത് കലാകാരനാണെങ്കിലും എത്ര അവശനാണെങ്കിലും ആലോചിക്കും, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അഭിനയിക്കണം എന്ന് വിചാരിക്കാത്ത ആരുമില്ല. അതിന് ഏറ്റവും ഉദാഹരണം എൻ്റെ ബ്രദർ ജോസ് പ്രകാശായിരുന്നു. ജ്യേഷ്ഠൻ്റെ കാല് മുറിച്ച് കഴിഞ്ഞ് പുള്ളി വളരെ പല രീതിയിൽ ഡോക്ടേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത് മാറ്റാമോ പറ്റാതെ വന്നു. കാരണം ഇത് ഗാംഗ്രീനായി പോയി കയറിക്കൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിൽ പോയതുകൊണ്ടാണ് കാല് മുറിക്കേണ്ടി വന്നത്. ആ അവസരങ്ങളെല്ലാം ഇടയ്ക്കൊക്കെ പോയി കാണുമ്പം പുള്ളി എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്നെ ഇനിയും ആരും വിളിക്കുകയല്ലേ, എനിക്കിനിയും അഭിനയിക്കാൻ പറ്റുകയല്ലേ. അത് വലിയ വിഷമം തോന്നിയിട്ടുള്ളത് ഒരു ഫീലാണ്. നമ്മളൊക്കെ അത് മനസ്സിലാകുകയല്ലത്. ഇപ്പോൾ ഇത്രയും പടത്തിൽ 300 ചില്ലുവാനും പടത്തിൽ അഭിനയിച്ച ജ്യേഷ്ഠനാണ് പറയുന്നത് തൻ്റെ 80-ാം വയസ്സിൽ ഏതാണ്ട് 86 വയസ്സിലാണ് മരിച്ചു പോകുന്നത്. 4-5 കൊല്ലം മുമ്പ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വീട്ടിൽ പോയി കാണുമ്പോഴൊക്കെ എന്നെ ഇനി ആരും അഭിനയിക്കാൻ വിളിക്കുകയല്ലേടാ. അങ്ങനെ അത് ആ കാലം വെച്ചുകൊണ്ടാണ് ട്രാഫിക്കിൽ അഭിനയിച്ചത്. വലിയ പുള്ളിക്ക് എന്തോ ഒരു മനസ്സിനെന്തോ സന്തോഷമായിരുന്നു അറിയുമോ. അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് മക്കളെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കുക, എൻ്റെ മകനെ കൊണ്ട് വീണ്ടും വായിക്കും. ചെറിയ സാധനമുള്ളൂ, അത് കേൾക്കട്ടെ, അത് എന്നാ സിറ്റുവേഷൻ എന്നാ കഥ എന്നാ എല്ലാം കേട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ 58-ാമത്തെ വയസ്സിൽ 60-ാം വയസ്സിലൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഇനി ഞാൻ റിട്ടയർ ചെയ്ത് പിള്ളേരും ഒക്കെ ആയിട്ടിരുന്നു വീട്ടിൽ. കലാകാരനെ സംബന്ധിച്ച് അതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാൻസുകൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കണം. എനിക്കിപ്പോഴും ആഗ്രഹം, നമുക്ക് പറ്റുന്ന വേഷങ്ങൾ അഭിനയിക്കുക എന്നുള്ളത് അതൊരു ആഗ്രഹം തന്നെ. അത് അതിപ്പം അഭിനയം മാത്രമായിരിക്കില്ല കേട്ടോ, എല്ലാ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലുള്ളവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പോൾ ജനാർദ്ദൻ എൻ്റെ ഒരു വലിയ കൂട്ടുകാരനാണ്, കുഞ്ചൻ, ഇവരൊക്കെ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും വിളിക്കും. അപ്പോൾ ഞാൻ ജനാർദ്ദനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും വിളിച്ചു. ഞാൻ പറഞ്ഞു, ജനാവല്ലോ എൻ്റെ ആശാനെ ഒരു കുഞ്ഞ് സീനിന് ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി, നമ്മളെ ഒന്നും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രായമായിട്ടേ എല്ലാം ഒരു പ്രായമായിരുന്നു, നമുക്ക് പറ്റിയ വേഷം തന്നാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞു, ഇത്ര നാളുമൊക്കെ ആടിയില്ലേ, നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ബോണസാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ അത് ആസ്വദിക്കാതിരിക്കുക അല്ല, അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. ആരും വേണ്ട. കുഞ്ഞനും പറയും, ആരും വിളിക്കുന്നൊന്നുമില്ല, അങ്ങ് ഇരിക്കുക. ഞാൻ പറയും, പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെ മാറ്റുന്നതായിരിക്കും അല്ലേ. നമുക്കൊരു കാലത്ത് അവിടെ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട്. കഥ ഡിമാൻഡ് ചെയ്യണം. അങ്ങനെ ഒരു ഇപ്പോൾ സ്ത്രീകൾ പലരും പറയാറുണ്ട്, ഇപ്പം അമ്മ കഥാപാത്രങ്ങളില്ല സിനിമയിൽ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ഞങ്ങൾ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവിടെ വരുന്നതിൽ 75% പേരും ക്യാമറ കാണാത്തവർ തന്നെ. ഇപ്പം ഒരു മടങ്ങും പോകാത്തവരാ അഭിനയക്കാരൊക്കെ. സിനിമയില്ല, കുറേ പേർക്കുണ്ട്. അതൊരു കുറേ പേര് അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്, അവർക്കൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത്
അതിന് ലോബി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നുമല്ല. ഈ തൊഴിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും പറയാം, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അഭിനയക്കാരത്തെയാണെന്നോ അഭിനയക്കാരനാണെന്നോ ഒക്കെ പറയാം. പക്ഷേ ഞാനിതേ പറയുന്നുണ്ട്, സിനിമയിൽ അഭിനയത്തിന് ആർക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഇതിൽ അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. അത് ഇപ്പോഴും ഇപ്പം മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എൻ്റെ 5 പടത്തിൽ നായകനായിട്ടാണ്. ഞങ്ങൾ വളരെ അടുപ്പമുള്ള ആളാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ ഒരു 2-3 ദിവസത്തേക്കുള്ളൊന്നും വീട്ടിൽ ഇരിക്കാതെ എനിക്ക് പിന്നെ അടുത്ത സെറ്റിൽ പോകണം. കാരണം പുള്ളിക്ക് അഭിനയം ഒരു ഹരമാണ്, അത് എൻജോയ് ചെയ്യുക. പുള്ളി പറയുന്നത് നമ്മുടെ തൊഴിലിനെ അത് എന്ന് തന്നെയല്ല, നമ്മുടെ കഴിവും കൂടെ വർദ്ധിപ്പിക്കും. നമ്മൾ കൂടുതൽ പഠിച്ചു പോവുക, അഭിനയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കും. ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ബിഹേവ് ചെയ്ത് നമുക്ക് തന്നെ ഉയരാൻ പറ്റും. പുള്ളി പറയുന്നത് എനിക്ക് വീട്ടിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് പാക്കപ്പ് കഴിഞ്ഞ് കൂടി വന്ന ഒരാഴ്ച, അത് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പെടുന്നില്ല, എനിക്ക് അടുത്ത പടത്തിലൂടെ പോകണം. അതങ്ങനെ പറയുന്ന ആളാണ് മമ്മൂട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഈ കഥാദാരിദ്ര്യമൊക്കെ മാറി നിങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ തന്ന താങ്കൾക്കും അതുപോലത്തെ ഈ പറഞ്ഞ ആൾക്കാർക്കും എല്ലാം നല്ല നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഒരുപാട് സന്തോഷം. താങ്ക് യു.